നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. NCTV ഇമ്പാക്ട്. അമ്പല്ലൂർ ജംഗ്ഷനിലെ ശുദ്ധജലത്തിനുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. 3 മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസിദ്ധമായ ഞെള്ളൂർ പൂയ മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞാടും. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ആളൂരിലെ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വർഷങ്ങളായി നവീകരണ പ്രവൃത്തി നടക്കുന്നില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. NCTV ഇമ്പാക്ട്. അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളുടെയും പ്രദേശത്തെ വീട്ടുകാരുടെയും ശുദ്ധജലത്തിനുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. 3 മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഏകദേശം ഇത് പറയുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെ സന്തോഷം കൂടിയാണ്. വളരെ വർഷങ്ങളിലെ കാത്തിരിപ്പ് ഇന്നിവിടെ സഫലമാകാൻ പോകുന്നതിന്റെ ഒരു വാർത്ത കിട്ടിയ സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ. അമ്പല്ലൂർ ജംഗ്ഷനിൽ ശുദ്ധജല വിതരണത്തിന് കാലങ്ങളായി പൊതുജല വിതരണ സംവിധാനം ഇല്ലാത്തത് പ്രദേശത്തെ വീട്ടുകാരെയും വ്യാപാരികളെയും ഏറെ വലച്ചിരുന്നു. പ്രദേശത്ത് കിണറുകൾ ഉണ്ടെങ്കിലും ഇതിലെ വെള്ളം മഞ്ഞ നിറത്തിലുള്ളതും ഉപയോഗശൂന്യവുമാണ്. വ്യാപാരികളും ഹോട്ടൽ, ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലുള്ളവരും ശുദ്ധജലം പണം കൊടുത്തു വാങ്ങുകയാണ് പതിവ്. പലരും വലിയ തുക ചിലവിട്ട് ഫിൽട്ടർ സംവിധാനം ഘടിപ്പിച്ചാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത്. കുടിക്കുവാൻ മാത്രമല്ല അലക്കുവാൻ പോലും വെള്ളം ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ്. ഓരോ വർഷവും വെള്ളത്തിൻ്റെ നിറവ്യത്യാസം കൂടി വരികയാണ്. അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കമ്മ്യൂണിറ്റി ഹാൾ വരെയുള്ള ഭാഗത്ത് ഇതുവരെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടില്ല. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇതിന് തടസ്സമായത്. നിലവിൽ അമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ച് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നവീകരണം കഴിഞ്ഞാൽ ഏതാനും വർഷത്തേക്ക് ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുവാൻ പൊതുമരാമത്ത് വിഭാഗം അനുമതി നൽകില്ല. അതിനാൽ ഉടൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് NCTV വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ നടപടികൾ വേഗത്തിലാക്കി. MLAയുടെ നിർദ്ദേശപ്രകാരം വാട്ടർ അതോറിറ്റി ചാലക്കുടി ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK വാസുദേവൻ സ്ഥലം സന്ദർശിച്ചു. ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ 6 കിലോമീറ്റർ ദൂരത്തിൽ 4 ഇഞ്ച് പൈപ്പുകൾ സ്ഥാപിച്ച് പുതുക്കാട് വടക്കേ തുറവിലെ പമ്പ് ഹൗസിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. PWD ഇരിങ്ങാലക്കുട ഡിവിഷനാണ് പ്രവൃത്തികളുടെ ചുമതല. 3 മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് MLA KK രാമചന്ദ്രൻ അറിയിച്ചത്. ഇതോടെ ശുദ്ധജലത്തിനുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളും പ്രദേശത്തെ വീട്ടുകാരും. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തില് ആമ്പല്ലൂർ പ്രദേശത്ത് വെള്ളമുണ്ടോ എന്ന് വെച്ചാൽ വെള്ളം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ കുടിക്കാനില്ല. ഈ മഞ്ഞ കലർന്ന വെള്ളം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മളെ അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കച്ചവടക്കാരും നമ്മുടെ NCTV ചാനലിലും മലയാള മനോരമ പത്രത്തിലും വന്ന വാർത്തയിൽ തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA KK രാമചന്ദ്രൻ അവർ ഇന്ന് AXC വാട്ടർ അതോറിറ്റിയെ വിളിച്ച് ഈ സ്ഥലം സന്ദർശിക്കാനും അതിന് നടപടിയെടുക്കാനും ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ AXC വാസുദേവൻ സാറിന് ഇവിടെ വരികയും ഉടനടി തന്നെ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ പൈപ്പിട്ട് ഇവിടെയുള്ള വീടുകൾക്കും കച്ചവടക്കാർക്കും വെള്ളം കൊടുക്കാമെന്നുള്ള ഒരു വാക്കും കൂടി ലഭിച്ചേക്കാണ്. അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ്, കെ ഗോപാലകൃഷ്ണൻ, ആന്റണി കുറ്റൂക്കാരൻ, ജോസ്, പോൾസൺ തെക്കുംപീടിക, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. നമ്മെ സംബന്ധിച്ചിടത്തോളം NH ഇവിടെ നാഷണൽ ഹൈവേയുടെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ എത്രയോ നാളായി NH നമ്മുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകും. NHന്റെ സ്ഥലമെടുപ്പ് തുടങ്ങി, അതിന്റെ പ്രാരംഭ സർവേകൾ തുടങ്ങി. 12 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ ദേശീയപാത ഇപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാന്യമായ രീതിയിൽ ടോൾ നിരക്ക് ഏർപ്പെടുത്തി അമിതമായ ടോൾ നിരക്കിലേക്ക് വരുത്തിയിട്ട് പോലും സാധാരണക്കാരായ ജനങ്ങൾ ആ ടോൾ നിരക്ക് കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഈ വേളയിലാണ് അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോ പെർമിറ്റ് കൊടുക്കുമ്പോ ആവശ്യമായ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇത്രയും വലിയ മേൽപ്പാലം പണിയുമ്പോൾ ഇവിടുത്തെ മണ്ണ് വരെ പരിശോധിക്കാതെ ഒരു രാത്രിയിൽ വന്ന് JCB ഉപയോഗിച്ച് റോഡ് വെട്ടിപ്പൊളിച്ചിരിക്കുന്നു. അമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം അനുഭവിക്കുന്ന യാതനകൾ ചെറുതല്ല. ഒരു 10-15 മിനിറ്റ് നേരത്തോളം സമയമെടുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മാസങ്ങളായി പണി ഇവിടെ ബ്ലോക്കായി നിൽക്കുകയും തുടങ്ങി വയ്ക്കുകയും അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കാനായിട്ട് പണി തുടങ്ങുകയും ചെയ്യാത്ത അവസ്ഥ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ചിലപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുകയും അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ പലപ്പോഴും കിട്ടാറുള്ളത്. പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, DPM ഡോക്ടർ P സജീവ് കുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ H ശ്രീജിത്ത്, പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KG ശിവരാജൻ, വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ, PROമാർ, വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ നിർവഹണ ഏജൻസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 179 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് കെട്ടിടം ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കും. 325 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം ഫെബ്രുവരിയോടെ പൂർത്തിയാകും. മുപ്ലിയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരണ പ്രവൃത്തികളും ലാബ് നിർമ്മാണവും പൂർത്തീകരിച്ചു. ഡിസംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായിരുന്ന മറ്റത്തൂർ ആശുപത്രിയെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തും. ഇതിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്ന OP കെട്ടിടത്തിന്റെയും നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കും. വല്ലച്ചിറ ആരോഗ്യ കേന്ദ്രത്തിൽ NHM ഡോക്ടറുടെ സേവനം ആഴ്ചയിൽ 3 ദിവസം എന്നത് 6 ദിവസമാക്കി ഉയർത്താൻ നടപടി സ്വീകരിക്കും. ബ്ലോക്ക് പ്രതിരോധ യൂണിറ്റ് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി എപ്പിഡെമിയോളജിസ്റ്റ്, ഡാറ്റ മാനേജർ, ലാബ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും DPM ഡോക്ടർ സജീവ് കുമാർ അറിയിച്ചു. ആറാട്ടുപുഴ മുപ്ലിയം സബ് സെന്ററുകളുടെ നിർമ്മാണത്തിനായി 55.5 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. അളഗപ്പനഗർ സബ് സെന്റർ നിർമ്മാണം പുരോഗമിക്കുന്നതായി യോഗം വിലയിരുത്തി. പുതുക്കാട് സബ് സെന്റർ, വരാക്കര സബ് സെന്റർ, തൃക്കൂർ പഞ്ചായത്ത് സബ് സെന്റർ എന്നിവയുടെ നിർമ്മാണ അനുമതി ഉടൻ ലഭ്യമാക്കുന്നതിനും നിർമ്മാണം ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പ്രസിദ്ധമായ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞാടുക. പ്രസിദ്ധമായ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടുക. സംഘകാലഘട്ടത്തിൽ ദക്ഷിണ ഭാരതത്തിൽ സ്കന്ധാരാധനയുമായി ബന്ധപ്പെട്ട് തുടങ്ങിവെച്ചതും ഇപ്പോഴും ആചാരാഘോഷങ്ങളുടെ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ വൃശ്ചിക മാസത്തിലെ പൂയ മഹോത്സവം പ്രസിദ്ധമാണ്. ഈ പുണ്യദിനമാണ് ഞെള്ളൂർ പൂയമായി കൊണ്ടാടുന്നത്. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളും കേരളത്തിലെ പ്രശസ്തരായ താളമേള വാദ്യ കലാകാരന്മാരുടെ
നാദസ്വരം, തകിൽ, പഞ്ചവാദ്യ ഘോഷങ്ങളും ഗജവീരന്മാരും അണിനിരക്കുന്ന ഞെള്ളൂർ പൂയത്തിൽ നാദവർണ്ണ പ്രപഞ്ചമൊരുക്കുന്ന കാഴ്ചയുടെ വസന്തത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്ര ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെയെത്തുന്ന ആയിരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 4-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്ര മേൽശാന്തി ശശിധരൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ അഭിഷേക പൂജയോടെ പൂയാഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് രാവിലെ 6 മുതൽ പറനിറയ്ക്കൽ നടക്കും. 10:30 മുതൽ 3 ഗജവീരന്മാരെ അണിനിരത്തി പൂരത്തിന് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 3:30 വരെ 22 ദേശക്കാരുടെ വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും. 3:30 നടക്കുന്ന കാഴ്ചശീവേലിയിൽ കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേളം 3 മണിക്കൂർ നീളുന്ന താളമേള വിസ്മയമൊരുക്കും. വൈകിട്ട് 6 മുതൽ 6:30 വരെ നാദസ്വര കച്ചേരിയും 6:30 ദീപാരാധനയും തുടർന്ന് രാത്രി 7 മുതൽ 9 വരെ വേലമഹോത്സവവും നടക്കും. രാത്രി 10:30 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ രാത്രിപൂരത്തിൽ 22 ദേശങ്ങളിലെ ഭസ്മക്കാവടികൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ 2024 ഞെള്ളൂർ പൂയാഘോഷം അതിനു മുന്നോടിയായിട്ട് ക്ഷേത്രം എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായും കൈക്കൊണ്ട് കഴിഞ്ഞു. നാട്ടുകാർക്ക് പൂയ ആഘോഷിക്കാനും കാണുവാനും ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ക്ഷേത്രപറമ്പിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ക്ഷേത്രക്ഷേമ സമിതി. അതോടൊപ്പം തന്നെ രാവിലെ 4 മണി മുതലാണ് ക്ഷേത്ര ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. 4 മണിക്ക് തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ അഭിഷേകം, നേദ്യങ്ങളും പൂജകളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 10:00 3 ആനകളുടെ പൂരം ക്ഷേത്രപറമ്പിൽ പ്രവേശിക്കുന്നതിനോടൊപ്പം 21 കാവടി സമാജങ്ങളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അത് നമുക്കിവിടെ 3:30 വരെ കാവടി ആട്ടം ക്ഷേത്രപറമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി 10:00 ആനപ്പൂരം വീണ്ടും വരികയും ഒപ്പം തന്നെ 21 ദേശക്കാരുടെ കാവടികളും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അപ്പം എല്ലാ നല്ല നാട്ടുകാരും അത് ആസ്വദിക്കാനും അതിൽ പങ്കുചേരാനും എത്തിച്ചേരണമെന്നും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും താൽക്കാലിക തട്ടുകടകളിലും പരിശോധന നടത്തി. ഭക്ഷ്യവസ്തുക്കൾ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും ജീവനക്കാർ ശുചിത്വം പാലിക്കുന്നതിനും കർശന നിർദ്ദേശം നൽകി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെയും വോളണ്ടിയേഴ്സിന്റെയും സേവനവും പൂയ ദിവസം ഉറപ്പാക്കിയിട്ടുണ്ട്. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പുതുക്കാട് കുറുമാലി പാലത്തിനു സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊല്ലം സ്വദേശി സുനിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയുടെ സംരക്ഷണ തൂണുകൾ തകർത്ത് 20 അടിയോളം താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്നും ചെങ്ങാലൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. പുറകിൽ നിന്ന് വന്ന ടോറസ് ലോറിക്കാരാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ആളൂരിലെ ജലസ്രോതസ്സുകളിലൊന്നായ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വർഷങ്ങളായി നവീകരണ പ്രവൃത്തി നടക്കാത്ത ചിറയും പരിസരവും പായലും പാഴ്ചെടികളും നിറഞ്ഞ് അവഗണനയുടെ പ്രതീകമായി മാറുകയാണ്. ആളൂർ പഞ്ചായത്തിലെ വിസ്തൃതമായ കുളങ്ങളിലൊന്നായ ചങ്ങലച്ചിറ നശോന്മുഖമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വേനലിലും വർഷത്തിലും ഒരുപോലെ ജലസമൃദ്ധമായ ഈ ചിറ പായലും ചണ്ടിയും നീക്കി നവീകരിച്ചാൽ മേഖലയിൽ ജലസേചന സൗകര്യവും കുടിവെള്ള ലഭ്യതയും വർദ്ധിപ്പിക്കാനാവുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാലത്ത് ഈ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി സമീപത്തെ പാടങ്ങളിൽ 100 മേനി നെല്ല് വിളയിച്ചിരുന്നു. പാടങ്ങൾ നാമാവശേഷമായതോടെ ചിറയും അവഗണിക്കപ്പെട്ടു. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ആശ്രയിച്ചിരുന്ന ചങ്ങലച്ചിറ കാടുമൂടിയതോടെ ആരും തന്നെ ചിറയിലിറങ്ങാതെയായി. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമ്പോഴും പൈതൃക സമ്പത്തായ ചങ്ങലച്ചിറയോടുള്ള അവഗണന മാറ്റമില്ലാതെ തുടരുകയാണ്. ചിറയോട് ചേർന്ന് കടന്നു പോകുന്ന റോഡരികിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് അപകടത്തിന് വഴിവെക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകനും പൊതുകുളങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നയാളുമായ KG രവീന്ദ്രനാഥ് പറഞ്ഞു. ആളൂര് പഞ്ചായത്തിലെ ചങ്ങലച്ചിറയുടെ അവസ്ഥയാണ് ഈ പുറകിൽ കാണുന്നത്. തൊട്ട് തന്നെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡ്.
സമീപത്ത് ഒരു സുരക്ഷാ ഭിത്തിയോ ഒന്നും കെട്ടിയിട്ടുന്നില്ല. ഇതുമൂലം ഏത് സമയത്തും ഒരു അപകടമരണം സംഭവിക്കാം. അപ്പോൾ ഒരു ഞാണിന്മേൽ കളിയാണ് ജനങ്ങൾ നേരിടുന്നത്. ഈ കുളം നവീകരിച്ച് സൈഡ് ഓരം സുരക്ഷാ ഭിത്തി കെട്ടി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാണ് എനിക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലദിനം സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അംഗം ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂക്കോട് SNVUP സ്കൂൾ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. പ്രധാനാധ്യാപിക ഗീതാഞ്ജലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, PK ശേഖരൻ, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, PTA പ്രസിഡന്റ് ജിനു മോഹൻ, അധ്യാപിക ഷെന്നി എന്നിവർ സംസാരിച്ചു. ആളൂർ പ്രസാദപരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 22 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം മരിയൻ വഴി ദീപാലങ്കാരം സ്വിച്ച് ഓൺ, കലാസന്ധ്യ, 23-ന് കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 24-ന് ഫാദർ വിനിൽ കുരിശുതറയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, വൈകിട്ട് പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ സെബിൻ കൈതാരൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേപ്പേടിക എന്നിവർ പങ്കെടുത്തു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സെന്റ് മേരീസ് കോൺഫറൻസ് സുവർണ ജൂബിലി പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ബിജോ ജോയ് കുര്യാക്കോസ് പല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 50 വർഷത്തിന് മുകളിലുള്ളവരെയും സ്ഥാപക മെമ്പർമാരെയും ആദരിച്ചു. CC ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ജിക്സൺ താഴത്ത്, ഒല്ലൂർ ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ പോൾ പയ്യപ്പള്ളി, ഇടവക വൈദിക പ്രതിനിധി യേശുദാസ് നെടുമ്പാക്കാരൻ എന്നിവർ ചേർന്ന് ജൂബിലി ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് സഹായ വിതരണം പ്രസിഡന്റ് ബ്രദർ CC ജോസ് മഞ്ഞളിയും, ഭക്ഷ്യസഹായം വിതരണം CC ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ജിക്സൺ താഴത്തും, വിവാഹ സഹായ വിതരണം, സോവനിയർ പ്രകാശനം, ഭവനത്തിന്റെ ഫോട്ടോ സമർപ്പിക്കൽ എന്നിവ ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഫാദർ ജെയ്സൺ പുലിക്കോട്ടിലും നിർവഹിച്ചു. ജൂബിലി ജനറൽ കൺവീനർ ബ്രദർ PJ വർഗീസ്, റിപ്പോർട്ട് കോൺഫറൻസ് സെക്രട്ടറി ബ്രദർ ജോമോൻ എരിഞ്ഞേരി, ജൂബിലി ചികിത്സാ സഹായം കൺവീനർ EG സാംസൺ, CRM കോൺഫറൻസ് പ്രഥമ പ്രസിഡന്റ് ജോസ് മേനാച്ചേരി, കോർപ്പറേഷൻ കൗൺസിലർ ലിംന മനോജ്, CRM ഇടവക കൈക്കാരൻ തോമസ് കുറ്റിക്കാടൻ, ഏകോപന സമിതി പ്രസിഡന്റ് PR ആന്റോ, വനിതാ കോൺഫറൻസ് പ്രസിഡന്റ് സിസ്റ്റർ ഡോളി ജോസ, ഷൈജൻ പാലിയക്കര എന്നിവർ സംസാരിച്ചു. അമ്പല്ലൂർ ശ്രീ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. വൈകിട്ട് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടത്തി. ദീപാരാധനയും അന്നദാനവും ഉണ്ടായിരുന്നു. പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിച്ചു. എതിരേൽപ്പും നടത്തി. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിന്റെയും ഉദ്ഘാടനം കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി നിർവഹിച്ചു. സ്ത്രീത്വത്തിന്റെ അന്തസ് ഉയർത്താൻ ഉന്നത വിദ്യാഭ്യാസവും അതിലൂടെ നേടിയെടുക്കുന്ന തൊഴിലും പ്രധാനപ്പെട്ടതാണെന്ന് ഉദ്ഘാടക പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ധന്യ അലക്സ്, ഫാക്കൽറ്റി കോർഡിനേറ്റർ ദീപ്തി കുമാർ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ കെറിൻ ജോഷി എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾ സമ്പൂർണ്ണ ഹരിത വിദ്യാലയങ്ങളായി. പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, രശ്മി ശ്രീഷോബ്, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കാവിൽ മേഖല കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. K. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. KM ശിവരാമൻ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K. സുകുമാരൻ, AV ജോൺസൺ, TS സുബ്രഹ്മണ്യൻ, PG ഗിരിജാകുമാരി, KR നാരായണൻ, VG വേണു എന്നിവർ സംസാരിച്ചു. തുടർച്ചയായ 3-ാം ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 400 രൂപയാണ്
ഉയർന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 56,920 രൂപയിലേക്ക് എത്തി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,115 രൂപയുമായി. ചൊവ്വാഴ്ച പവന് 560 രൂപ വർദ്ധിച്ചിരുന്നു. 3 ദിവസത്തിനിടെ 1000-ലധികം രൂപയുടെ വർധനവാണ് ഒരു പവൻ സ്വർണത്തിനുണ്ടായത്. നവംബർ 14, 16, 17 തീയതികളിലായി സ്വർണവില കുത്തനെ ഇടിഞ്ഞിരുന്നു. ശരീരഭാരം കുറയ്ക്കാൻ പല വഴികളുണ്ട്. അതിൽ പ്രധാനമാണ് ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായും ഉൾപ്പെടുത്തുക എന്നത്. റിപ്പോർട്ടിലേക്ക്. ശരീരഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കിഴങ്ങുവർഗ്ഗമാണ് മധുരക്കിഴങ്ങ്. നാരുകളുടെ മികച്ച ഉറവിടമാണ് മധുരക്കിഴങ്ങ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുന്നു. മധുരക്കിഴങ്ങിൽ വിറ്റാമിൻ എ, സി എന്നിവയാൽ സമ്പുഷ്ടമാണ്. മറ്റൊന്നാണ് ക്യാരറ്റ്. ക്യാരറ്റിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ഇവ സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ബീറ്റാ കരോട്ടിനും അവയിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് ലഘുഭക്ഷണമായി കഴിക്കുകയോ ഭക്ഷണത്തിൽ ചേർക്കുകയോ ചെയ്യുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സാധിക്കും. ബീറ്റ്റൂട്ടും ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതിലെ ഉയർന്ന ഫൈബർ ദഹനത്തിന് സഹായിക്കുന്നു. അതേസമയം ആന്റി ഓക്സിഡന്റുകൾ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ബീറ്റ്റൂട്ട് രക്തപ്രവാഹം മെച്ചപ്പെടുത്തുന്നു. ശീതകാല വർക്കൗട്ടുകൾക്ക് സ്റ്റാമിനയെ പിന്തുണയ്ക്കുകയും ഊർജം നിലനിർത്തുകയും ചെയ്യുന്നു. പച്ചക്കറിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചീര. ചീരയിൽ കലോറി കുറവാണെങ്കിലും ഇരുമ്പ്, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ന്യൂട്രിയൻ പ്രൊഫൈൽ നിങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഫൈബർ ദഹനത്തിനും സംതൃപ്തിക്കും സഹായിക്കുന്നു. ശൈത്യകാലത്ത് സൂപ്പ്, സ്മൂത്തികൾ അല്ലെങ്കിൽ സലാഡുകൾ എന്നിവയിൽ ചീര ചേർക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണത അനുഭവപ്പെടാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. സിട്രസ് പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് കൊഴുപ്പ് ഓക്സിഡേഷനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അവയുടെ ഉയർന്ന ജലാംശവും നാരുകളുടെ അംശവും നിങ്ങളെ ജലാംശം നിലനിർത്തുകയും പൂർണ്ണമായി അനുഭവപ്പെടുകയും ചെയ്യും. അതേസമയം അവയുടെ സ്വാഭാവിക മധുരം ആസക്തികളെ തൃപ്തിപ്പെടുത്തുന്നു. ഈ പഴങ്ങൾ ലഘുഭക്ഷണമായി ആസ്വദിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും കളക്ടറേറ്റിലും www.delimitation.istkerala.gov.in എന്ന വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. കരട് വിജ്ഞാപനം സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ 3 വരെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മാർഗമോ സമർപ്പിക്കാവുന്നതാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം സംബന്ധിച്ച വിവരങ്ങൾ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, തൊട്ടിപ്പാൽ പറപ്പൂക്കര നെല്ലായി വില്ലേജ് ഓഫീസുകൾ, മുകുന്ദപുരം താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലും പഞ്ചായത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ്. ഈ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ഡിസംബർ 3 അതിന് മുൻപായോ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി, ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നിവർക്ക് നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ലാബ് അറ്റൻഡർ, ഫാർമസി അറ്റൻഡർ എന്നീ തസ്തികകളിൽ HMCയിൽ നിന്നും ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. ലാബിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. ഹോമിയോ ഫാർമസി കൈകാര്യം ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 2 തസ്തികകൾക്കും പ്രായപരിധി 40 വയസ്സ്. ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ 5 രാവിലെ 10 ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ 7 രാവിലെ 10 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ പകർപ്പും സഹിതം തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ എത്തിച്ചേരണം. ഫോൺ 0487238965. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7115, പവന് 56,920 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ ചേർപ്പൂക്കാരൻ പ്രഭാകരൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുമതിയാണ് ഭാര്യ. മക്കൾ അമൽ, അതുല്യ. തുമ്പാക്കോട് കവലക്കാട്ട് വടക്കുംപാടൻ ജോസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുലക്കാട്ടുകര കുട്ടാരു
മകൾ പെരുമ്പറത്ത് ലളിത അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പേരാമ്പ്രക്കാരൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ്. മുളങ്ങ് പുതുപ്പള്ളി സാജു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ബീനയാണ് ഭാര്യ. അമൽ കൃഷ്ണ, യദു കൃഷ്ണ എന്നിവർ മക്കളാണ്. മുപ്ലിയം ചക്കപ്പൻപടി പഞ്ഞിക്കാരൻ ഡെന്നി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷിബിയാണ് ഭാര്യ. ഡാനിയ, ഡോൺ എന്നിവർ മക്കളും. ഡീൻ ജോൺസൺ മരുമകനുമാണ്. കൊടകര അഴകം ചേർപ്പ് കളരിക്കൽ വീട്ടിൽ പരേതനായ കേശവക്കുറുപ്പ് ഭാര്യ സൽഗുണ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജീവ്, ശ്രീലത, മനോജ് എന്നിവർ മക്കളും. ബീന, വിജയരാഘവൻ, രജനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. NCTV ഇമ്പാക്ട് അമ്പല്ലൂർ ജംഗ്ഷനിലെ ശുദ്ധജലത്തിനുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. 3 മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസിദ്ധമായ ഞെള്ളൂർ പൂയ മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നിറഞ്ഞാടും. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ആളൂരിലെ ചങ്ങലച്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വർഷങ്ങളായി നവീകരണ പ്രവൃത്തി നടക്കുന്നില്ലെന്ന് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംരക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.